വണ്ടി ടൊയോട്ട ഇന്നോവയാണ്. ഇന്നോവ 2007 മോഡൽ വണ്ടിയാണ്. ബാക്ക് മാത്രം ടൈപ്പ് 4ലേക്ക് ഒരു കൺവേർഷൻ ചെയ്തിട്ടുണ്ട് അവർ. ഫ്രണ്ട് നോർമൽ എങ്ങനെയാണോ കമ്പനി വരുന്ന സ്റ്റോക്ക് അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി കോട്ടയത്ത് നിന്ന് വന്ന വണ്ടിയാണ്. ഇതിൽ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ നോയ്സ് ഉണ്ട്. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത പോലെയാണ് വണ്ടി ഓടുന്നത്. ആ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ കസ്റ്റമർക്ക് പുള്ളിങ്ങിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട് കസ്റ്റമർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെക്കൻഡ് ഗിയറൊക്കെ തേർഡ് ഗിയറിൽ പോകേണ്ട അവിടെയൊക്കെ കയറ്റത്തൊക്കെ നമുക്ക് സെക്കൻഡ് ഗിയർ ഇട്ടിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ ഫസ്റ്റ് ഗിയർ എടുക്കുമ്പോൾ ഒരു സ്റ്റാർട്ട് ആൻഡ് പിക്കപ്പ് കിട്ടുന്നില്ല എന്നുള്ള കംപ്ലയിൻ്റൊക്കെ ഉണ്ട്. അതുപോലെ ക്ലച്ച് ഭയങ്കരമായിട്ട് നമ്മൾ ഓടിച്ച് നോക്കിയപ്പോൾ ക്ലച്ചും ഭയങ്കരമായിട്ട് ഇതിനകത്ത് ഹാർഡായിട്ടുണ്ട്. പിന്നെ നമ്മൾ അഴിച്ച് നോക്കിയപ്പോൾ ഫ്രണ്ട് സസ്പെൻഷൻ ലോവർ ആം ബുഷ്, അതുപോലെ തന്നെ ലോവർ ആമിൻ്റെ ഒരു ബോൾ ജോയിൻറ്റ്, റൈറ്റ് സൈഡിലെ ബോൾ ജോയിൻറ്റ്, പിന്നെ ഷോക്ക് മൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല കംപ്ലയിൻ്റ് ഉണ്ട്. ഷോക്ക് മൗണ്ടൊക്കെ ഫുള്ളായിട്ട് ഓവലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ പിന്നെ എന്തായാലും മൗണ്ട് മാറണം. ഷോക്ക് മൗണ്ട് അത്രത്തോളം ഓവലാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റെമ്മ് ഷോക്കിൻ്റെ സ്റ്റെമ്മ് കൂടെ കട്ടിങ് ആയിട്ടുണ്ടാവും. അപ്പോൾ അതിടുന്ന തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിലെ ഷോക്ക് മൗണ്ട്, അതുപോലെ ഫ്രണ്ടിലെ സസ്പെൻഷൻ ബുഷ് കിറ്റ്, അങ്ങനെയുള്ള എല്ലാ സസ്പെൻഷൻ്റെ ഏകദേശം പാർട്സുകൾ നമുക്ക് മാറാനുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് മാറാനുണ്ട്. പിന്നെ അതിൻ്റെ എൻജിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, ഫ്രണ്ടിലെ ബ്രേക്ക് പാഡ്, ഡിസ്ക് റോട്ടർ നമുക്ക് പിന്നെ പോളിഷ് ചെയ്തത്. എന്ന് വെച്ചാൽ വണ്ടി നല്ല വൈബ്രേഷൻ ഉണ്ട്. വണ്ടി നമ്മൾ ഫസ്റ്റ് ഗിയർ എടുത്തിട്ട് പോകുമ്പോൾ വണ്ടി ഭയങ്കര കുടച്ചലായിട്ടാണ് വണ്ടി നീങ്ങുന്നത്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു കുടച്ചിലോട് കൂടി പോകും. അപ്പോൾ അത് നമുക്ക് നോക്കണം. അതിന് എല്ലാ സ്റ്റാർ ജോയിൻറ്റ് ഇതിനകത്ത് കംപ്ലയിൻ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ സ്റ്റാർ ജോയിൻറ്റ് സ്റ്റക്ക് ആകുമ്പോൾ ഇല്ലാന്നുണ്ടെങ്കിൽ അതിലുള്ള കംപ്ലീറ്റ് നീഡിൽ ഒഴിവായി പോകുമ്പോഴാണ് നമുക്ക് ഈ വൈബ്രേഷൻ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഷാഫ്റ്റിലെ സ്റ്റാർ ജോയിൻറ്റ് 3 വരുന്നതിൽ ഏതെങ്കിലും ഒന്ന് സ്റ്റക്കാവുകയോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ നീഡിൽ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോവുകയോ ആകുമ്പോഴാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. അത് നമ്മൾ ഷാഫ്റ്റ് അയച്ചിട്ടില്ല, ഇപ്പോൾ നമ്മൾ ഫ്രണ്ട് സസ്പെൻഷൻ മാത്രമേ അയച്ചിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ഫുൾ ചെക്കപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ആ സ്റ്റാർ ജോയിൻറ്റ് മാറണം. സ്റ്റാർ ജോയിൻറ്റിൽ കംപ്ലയിൻ്റ് ഉണ്ട്. അത് അഴിക്കുമ്പോൾ ഞാൻ കാണിച്ചുതരാം. സ്റ്റക്കാണോ നീഡിലിന് എന്തെങ്കിലും പ്രശ്നമാണോ എന്നുള്ള കാര്യം ഞാൻ അഴിച്ചതിന് ശേഷം ഞാൻ കാണിച്ചുതരാം. പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു വീൽ ബാരിങ് സൗണ്ട് ഉണ്ട്. പിന്നെ ഒരു കസ്റ്റമർക്ക് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നത് വണ്ടി റണ്ണിങ്ങിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കോട്ടയം ആ സൈഡൊക്കെ നല്ല ഹിൽസ് ആണല്ലോ. ആ ഹിൽസിൽ വണ്ടി ഒടിച്ചങ്ങ് കയറ്റുമ്പോൾ വണ്ടി ബാക്ക് സൈഡിൽ നിന്ന് കടന്നൊരു സൗണ്ടാണ് കസ്റ്റമർ പിന്നൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറഞ്ഞു. അപ്പോൾ അതും കൂടെ നമുക്ക് എന്തായാലും ഈ സസ്പെൻഷൻ്റെ വർക്ക് ഫുള്ള് കഴിഞ്ഞതിന് ശേഷം ലിഫ്റ്റിലിട്ട് ക്ലച്ച് ഇറക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത് ഇതൊക്കെയാണ്. ഫ്രണ്ട് വീൽ ബെയറിങ്, സ്റ്റാർ ജോയിൻറ്റ്, ലോവർ ആം ബോൾ ജോയിൻറ്റ്, ക്ലച്ച് സെറ്റ്, റിലീസ് ബെയറിങ്, ഫ്രണ്ട് സസ്പെൻഷൻ ബുസ്കിറ്റ്, ബ്രേക്ക് പാഡ്, ഡിസ്ക് റോട്ടർ, സ്കിമ്മിങ്, ഫ്രണ്ട് ഷോക്ക് മൗണ്ടർ, പിന്നെ സെൻട്രൽ കൺസോൾ ഇതിനകത്ത് ഫിക്സ് ചെയ്യണം. സെൻട്രൽ കൺസോൾ ഇല്ലാതെയാണ് വരുന്ന വണ്ടി. അപ്പോൾ ഇതിന് സെൻട്രൽ കൺസോൾ ഫിക്സ് ചെയ്യണം. പിന്നെ വാൾക്കോർ പാക്കിംഗ് ലീക്കുണ്ട്. ഇത്രയും കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പക്കയായിട്ട് നോക്കി ചെയ്യാം. അതുമാത്രമല്ല ക്ലച്ച് അയച്ചതിന് ശേഷം ആ ഷാഫ്റ്റിൻ്റെ കാര്യം കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞുതരാം. ഇപ്പോൾ സസ്പെൻഷൻ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഫ്രണ്ട് ഷോക്ക് മൗണ്ട്, പിന്നെ അതുപോലെ തന്നെ ബുഷുകൾ, ലോവർ ആമിൻ്റെ ബോൾ ജോയിൻറ്റ്, അങ്ങനെയുള്ള എല്ലാ സസ്പെൻഷൻ വർക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ളത് ക്ലച്ചാണ് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ക്ലച്ച് നമ്മൾ ക്ലച്ച് കയറ്റിയിട്ടുണ്ട്. ലൂക്കിൻ്റെ ക്ലച്ചാണ് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന ക്ലച്ച് ക്ലച്ച് തന്നെയാണ്, പക്ഷേ കാലക്രമേണ ആയതുകൊണ്ട് നല്ലോണം ടൈറ്റ് ആയിട്ടുണ്ട്. ടൊയോട്ടയുടെ ക്ലച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ടൊയോട്ട ക്ലച്ച് ലൂക്ക് വരും, ANL വരും. ഇതിപ്പോൾ ANL എന്ന് പറയുന്ന കമ്പനിയുടെയാണ് അത്. അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഗിയർ ബോക്സ് മൗണ്ടും എഞ്ചിൻ മൗണ്ടും നമ്മൾ മാറ്റുന്നുണ്ട്. ഗിയർ ബോക്സ് മൗണ്ട് നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1389 വരും. ഇനിയിപ്പോൾ എഞ്ചിൻ മൗണ്ട് എത്തിയിട്ടില്ല. എഞ്ചിൻ മൗണ്ട് ഇതിനകത്ത് നമുക്ക് മാറ്റണം. ഇന്നോവയുടെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് സസ്പെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലച്ച് സെറ്റ് മാറിയിട്ടുണ്ട്. എഞ്ചിൻ മൗണ്ട്, ഗിയർ ബോക്സ് മൗണ്ട്, ഷോക്ക് മൗണ്ട്, അങ്ങനെയുള്ള വർക്കുകളാണ് ഇതിനകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓടിക്കാനായിട്ട് ചെറിയ വൈബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റിൻ്റെ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ട്. ബാക്കി ബോഡി വൈബ്രേഷൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. സീറ്റിൻ്റെ ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടാകും. നമുക്ക് ക്ലിയർ ആക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തേർഡ് ഗിയർ ഇട്ടിട്ട് നമുക്ക് 30ൻ്റെ താഴെയൊക്കെ പോയി വലിപ്പിക്കുമ്പോൾ ഒരു ബറന്നൊരു സൗണ്ട് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ടയർ പക്കാ മോശമാണ് ഇതിൻ്റെ 4 ടയറും. അതുകൊണ്ട് ഓടിക്കുമ്പോൾ ഒരു വബ്ലിങ് വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ടയർ ബൾജായിട്ട് വരയ്ക്കുന്ന ഒരു വബ്ലിങ് ഇതിനകത്ത് നല്ലോണം വരുന്നുണ്ട്. ആ ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. പിന്നെ ബാക്കിയെല്ലാം ഓക്കെ തന്നെയാണ്.
നമ്മളെപ്പോഴും എഞ്ചിൻ മൗണ്ടും ഗിയർ ബോക്സ് മൗണ്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴും ചെറിയൊരു ഇളക്കം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഉണ്ടാവും. ചിലപ്പോൾ കസ്റ്റമർ ഇപ്പോൾ ഇത്രയും നാൾ ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് അത് തുടക്കം വന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരു ചെറിയൊരു വൈബ്രേഷൻ ഉണ്ടെന്ന്. അത് നമ്മൾ മൗണ്ടും ഇത് മാറ്റി കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം വരും. അത് കുറച്ച് ഓടുമ്പോൾ പിന്നെ അത് സീറ്റിംഗ് ആകുമ്പോൾ കറക്റ്റായിട്ട് സെറ്റ് ആവുകയും ചെയ്യും. നമ്മൾ ഐഡിയലിൽ നിൽക്കുമ്പോഴും ചെറുപ്പം ഗിയർ ഇങ്ങനെ കടന്ന് വിറയ്ക്കുന്നൊരു ഫീലിംഗ് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടും. അത് കുറച്ച് റണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി സോൾവ് ആവുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ഏകദേശം 25 കിലോമീറ്ററോളം ഓടിച്ച് നോക്കുന്നുണ്ട്. നമ്മൾ വരുന്ന വണ്ടികൾ ഇപ്പോൾ മാക്സിമം ഓടിച്ച് നോക്കിയിട്ടാണ് വിടുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളും നമുക്ക് വരുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർവീസ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം നമ്മൾ ഒരു 5-6 കിലോമീറ്ററൊക്കെ ഓടിക്കുള്ളൂ. ചിലപ്പോൾ ചെറിയ ചെറിയ ഫോൾട്ടുകളാണ്. മറ്റേ ചിലപ്പോൾ കാരിയർ പ്ലേറ്റ് പറയുന്ന സൗണ്ട്, അങ്ങനെയുള്ള ചെറിയ ചെറിയ സൗണ്ടുകളാണ് കൂടുതലായിട്ടും വരുന്നത്. അത് ചിലപ്പോൾ നമുക്ക് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ ഓടിക്കുമ്പോൾ അത് കിട്ടില്ല. ഈ വണ്ടി തന്നെ ഞാനിപ്പോൾ ഓടിച്ചിട്ട് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സൗണ്ട് വന്നു. സൗണ്ട് വരുന്നത് ബാക്ക് പ്ലേറ്റിൻ്റെയാണ്. ആ ബാക്ക് പ്ലേറ്റ് നമ്മളത് ക്ലിയർ ആക്കിയിട്ട് ഓടിച്ച് നോക്കുമ്പോൾ ആ സൗണ്ട് ഓക്കെയാണ്. അതുപോലെ ചെറിയ സൗണ്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലോങ് ഓടിച്ചാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അപ്പോൾ എല്ലാ വണ്ടികളും ഇപ്പോൾ നമ്മൾ നല്ല ലോങ് ഓടിച്ച് നോക്കിയിട്ട് ഒരു 10-50 കിലോമീറ്ററൊക്കെ വണ്ടികൾ ഓടിച്ച് നോക്കിയിട്ടാണ് ഇപ്പോൾ വണ്ടി ഡെലിവറി ചെയ്യുന്നത്. മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തിട്ടാണ് ഇവിടുന്ന് വണ്ടി കറക്റ്റാക്കിയിട്ട് വിടുന്നത്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ 10 കിലോമീറ്ററൊക്കെ ഓടിക്കുള്ളൂ. എന്ന് വെച്ചാൽ ആ സമയക്കുറവുകൊണ്ടാണ്. ഇപ്പോൾ അതിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വേറൊരാൾ നിർത്തി നമ്മൾ വണ്ടി ഓടിക്കാനും അതുപോലെ ബാക്കിയുള്ളതിനൊക്കെ ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. കൂടുതൽ നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞിട്ടേ നമ്മളിപ്പോൾ വണ്ടി വിടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒക്കെ എല്ലാവരും ലോങ്ങിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ചെറിയൊരു ഫോൾട്ടിന് വേണ്ടി അവിടെ നിന്ന് ഇതുവരെ നമുക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നോക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ വണ്ടികൾ വിടുന്നത്. ഏകദേശം എല്ലാ വണ്ടിയും ഒരു 10-30-40 കിലോമീറ്ററൊക്കെ ഓടിച്ചിട്ടാണ് വിടുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ഡീസലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വണ്ടിക്കകത്ത് കരുതിയിട്ട് വേണം വണ്ടി തരാനായിട്ട്. എന്നാലേ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് വണ്ടി ഓഫായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്കത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു ഹാഫ് ടാങ്ക് അല്ലെങ്കിൽ ഒരു 1/4 ടാങ്ക് ഡീസലാക്കിയിട്ട് വണ്ടി കൊണ്ടുവന്ന് തരാം. ഡീസലൊന്നും എവിടെയും പോകില്ല. നമ്മൾ എന്താ പറയുക, അത് നിങ്ങൾ വണ്ടിയിൽ തന്നെ ഉണ്ടാവും. എന്തെങ്കിലും കാരണവശാൽ കുറയാണെന്നുണ്ടെങ്കിൽ അത് ഓടിച്ചിട്ടായിരിക്കും കുറയുന്നത്. ഓടിക്കുകയും ചെയ്യും, അതുപോലെ ഐഡിലിങ്ങിൽ ഇടുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ കുറച്ച് ഡീസൽ എന്തായാലും കുറയും. പിന്നെ ഒരു കംപ്ലൈൻറ്റ് കസ്റ്റമർക്ക് ഉണ്ടായിരുന്നെന്ന് പറഞ്ഞത്, നമ്മളിങ്ങനെ ഫുള്ള് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫുൾ ടേൺ ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒരു കട സൗണ്ടാണ് കസ്റ്റമർ വരുന്നതെന്ന് പറഞ്ഞു. ബാക്കിലെ വീൽ ബെയറിംഗ് നേരത്തെ ക്രൗണൊക്കെ അഴിച്ച് എന്തൊക്കെയോ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ ഏകദേശം പറഞ്ഞത് 20-22 കിലോമീറ്റർ, ഇപ്പോൾ ഏകദേശം 39 കിലോമീറ്റർ ഓടിച്ചു. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 39-40 കിലോമീറ്റർ ഓടിച്ച. പക്ഷേ ഇതുവരെയ്ക്കും നമുക്ക് അങ്ങനെ ഒരു ടേണിങ് ചെയ്യുമ്പോഴുള്ളൊരു സൗണ്ട് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. ആ ഒരു സൗണ്ട് അതിനകത്തില്ല. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും സൗണ്ട്, ഈ സസ്പെൻഷൻ പാർട്സിൽ വന്ന സൗണ്ട് എന്തെങ്കിലും ആയിരിക്കാം നേരത്തുള്ള. അപ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ സൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് പോയി. അത് മാത്രമല്ല സ്റ്റാർ ജോയിൻറ്റ് നല്ല കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രൊപ്പലർ ഷാഫ്റ്റിൻ്റെ. അപ്പോൾ അത് നമ്മൾ മാറ്റുന്നത്, അതൊന്നും അതുപോലെ സൗണ്ട് വരാൻ ചാൻസ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് ടോർക്ക് കൂടുമ്പോൾ ചിലപ്പോൾ വിട്ട് പിടിക്കുന്നത് പോലെ കട സൗണ്ട് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർ ജോയിൻറ്റ് ഇതിനകത്ത് 3 മാറ്റിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ക്ലച്ച് സെറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇപ്പം ക്ലച്ചൊക്കെ ഇപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് ഈ സീറ്റിൻ്റെ സൗണ്ട് മാത്രം ഹെവി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ലോഗിലൊക്കെ ഇങ്ങനെ പയ്യെ പോകുമ്പോൾ സീറ്റിൻ്റെ സൗണ്ട് മാത്രം ബുറെന്ന് പറഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് മാത്രം നമുക്കൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പക്ക ഓക്കെ ആവും. വേറെ പിന്നെ ഇതൊന്നുമില്ല. പിന്നെ നമുക്കിതിൻ്റെ സെൻട്രൽ കൺസോൾ വെക്കാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളുണ്ട്. പിന്നെ പവർ വിൻഡോൻ്റെ ചെറിയൊരു സൗണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇന്നർ ഹാൻഡിൽ ലെഫ്റ്റ് സൈഡിലെ ചെറിയൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിയർ ആക്കാനുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ.